ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെയും ക്രാഫ്റ്റ് വേൾഡിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ടാണ്. ഇത് എത്രാമത്തെ എപ്പിസോഡാ? 3 തോന്നുന്നു, അല്ല ഏടിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ 4 അപ്പോൾ നമ്മൾക്ക് എന്താ പരിപാടി? എന്തൊക്കെ ഉണ്ടാക്കാം പറയ്. ഐ ഡോണ്ട് നോന്നോ? അതെങ്ങനെ ശരിയാവും? ഫാമോ? എന്ത് ഫാം? കൃഷിയോ? പിന്നെന്ത് ഫാമാ? നമുക്ക് വലിയ ധാരണ നെയ്യ. എന്തെങ്കിലുമൊക്കെ നടത്താം. എന്തായാലും അയ്യോ വാട്ടർ. നമുക്ക് ആദ്യം ഞാൻ ഈ കൃഷി ഒന്ന് ശരിയാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ നമ്മളുടെ ഈ അല്ലറ ചില്ലറ ഉള്ളു ഡെക്കറേറ്റ് ചെയ്യേ, അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ചെയ്താൽ മതി. നമുക്ക് ഡെക്കറേഷനിൽ ജന മതി. അപ്പോൾ നമുക്ക് 2 ഹോയി എടുത്ത് കണ്ട്. സീഡ് ഉണ്ടാ? സീഡ് ഒന്നുണ്ട്. പോയിണ്ട് പുല്ലുള്ളടത്ത് പോയി വെള്ളം ഒഴിച്ചാൽ മതി, കുറേ കിട്ടും. ഇതിൽ കൂടെ ഒന്നും കയറാനും പറ്റില്ലല്ലോ. നമുക്ക് കുറച്ച് സീഡ് ഒപ്പിക്കണം. ഉള്ളു ഇതാക്കട്ടാ. വെള്ളത്തിൽ ക്ലേ ഉണ്ടാവും, അത് വെച്ച് ഫ്ലവർ പോട്ടൊക്കെ ഉണ്ടാക്കിക്കോ. ക്ലേ അറിയില്ലേ? വേണ്ടത് അതൊക്കെ ടൂളല്ലേ. പിന്നെ അത് ടൂളല്ലടി. അപ്പം എന്തായാലും ഞാൻ ഈ സീഡ് ഒപ്പിച്ചിട്ട് ഇനി കാണാം. അപ്പം എന്തായാലും നമ്മൾ ഇന്നല്ല, നമുക്ക് കുറച്ച് സീഡ് കിട്ടിയിട്ടുണ്ട്. 25 ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ഇവിടുന്ന് കുറച്ച് കിട്ടി വരാം. ആയതൊക്കെ പറിച്ചാൽ നമുക്ക് സീഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സീഡ് ഇരട്ടി കിട്ടും. ഓക്കെ, നമ്മൾക്ക് ഇപ്പം 41 ഇതൊക്കെ ഒന്ന് നമുക്ക് നട്ടിട്ട് നമ്മളിന്ന് ടൈം ഉണ്ടെങ്കിൽ ഒരു എൻചാൻറ്റിങ് സ്റ്റേഷൻ കൂടി ഉണ്ടാക്കും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ പറ്റുമോ അറിയില്ല, കാരണം അതിനൊരു 4 ഒബ്സിഡിയൻ വേണം. പക്ഷെ അതവിടെ ഉണ്ട്, നോക്കട്ടെ. ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എത്താൻ എനിക്കാണ് ഫ്ലവേഴ്സ് പറിക്കേ, പുല്ല് പറി. എന്തായാലും നമ്മൾ ഇനി അടുത്തെന്താ ചെയ്യാം? ഫ്ലവർ പോട്ട് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ എന്ത് ബുക്ക് സ്റ്റോള്? ബുക്ക് സ്റ്റോളിന് അത്ര ഒന്നും മതിയാവില്ല. ബുക്ക് സ്റ്റോളാണ് അല്ല ഓടിയാടുത്. ബുക്ക് സ്റ്റോളിന് അത്ര ഒന്നും മതിയാവില്ല, കുറേ സ്ഥലം വേണം. ഫ്ലവേഴ്സ് വെച്ചൂടെ? എന്ത് ചട്ടി ഇതവിടെ വെച്ചിക്കണ തീമൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചൂടെ? നമുക്ക് ഒരു ബ്ലോക്ക് അടിക്കാം. ഏതെങ്കിലും നല്ല അടിപൊളി ഒരു ബ്ലോക്ക് ഇതാ. ഏതെങ്കിലുമൊക്കെ ഒന്ന് തന്നത് റോസൊക്കെ പിങ്ക് ചട്ടി ഉണ്ടാക്കണമല്ലോ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി വെക്കുന്നുണ്ട്. അവിടെ ബ്ലോക്ക് മാറ്റണമെങ്കിൽ വെച്ച് മാറ്റിക്കോ. നിനക്ക് മാറ്റില്ല ഒറ്റയുണ്ട്. ഞാനൊരു സംഭവം വെച്ചല്ലോ. ഞാൻ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്നാ മാറ്റിക്കാളെ. എനിക്കറിയില്ല ഏതാ ബ്ലോക്കൊന്ന്.
ഓക്കെ, ഇനി വേണോ നമ്മുടെ ഫ്ലവർ പോട്ട്? എന്താ മരോ? ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ വേറെ കളർ വല്ലതും സ്ക്രൂസ് എൻ്റെ ഇഷ്ടം. ഇക്കറിയില്ല, എൻ്റെ ഇഷ്ടം. നീ ചെയ്യുക, എൻ്റെ ഐഡിയ. കുറച്ചും പാടും ഫ്ലവർ പോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മറ്റേ ഒബ്സിഡിയൻ എടുക്കാൻ വന്നാണ് നമ്മളുടെ അതിൻ്റെ പേരെന്തേന്? അയ്യോ, നമ്മുടെ എൻചാൻ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് എൻചാൻ്റ് ഡബിൾ എടുക്കാനും വേണ്ടി നമുക്ക് ഒബ്സിഡിയൻ ആവശ്യമുണ്ട്. അതെടുക്കാൻ വന്നതാണ്. ഇവിടെ ലാവ കണ്ടിട്ടുണ്ടായിരുന്നു. ലാവൻ്റെ ഇവിടുന്ന് പിന്നെ വലിയ പണിയൊന്നുമില്ല. അങ്ങനെയാണ് പോവുക, അങ്ങനെയാണ് ഒഴിക്കുക, ഇത്രയേ ഉള്ളൂ. കണ്ണ് കാണില്ല. ഓക്കെ, നമുക്ക് ഇനി ഒബ്സിഡിയൻ മൈൻ ചെയ്തെടുക്കാം. 4 മതി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവളവിടെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ 2 ഡയമണ്ട് നമ്മളുടെ ചെസ്റ്റിലുണ്ടാ? നമുക്ക് 2 ഡയമണ്ട് ഇതുണ്ടാക്കാൻ ഡയമണ്ട് വേണം. പിന്നെ ഇത് ഫുൾ എൻചാൻ്റ് ടേബിൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. നമ്മളുടെ ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ പണിയാണ്. അതിന് വേണ്ടിയുള്ള ബുക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് മേലേക്ക് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഞങ്ങളിന്ന് ഞങ്ങളുടെ തീരുമാനം ചെറുതായിട്ടൊന്ന് മാറ്റി. ഡെക്കറേഷനൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഞങ്ങൾ നെതർ പോവാമെന്ന് വിചാരിച്ചു. കുറച്ച് ടൈമുണ്ട്, അപ്പം നെതർ പോവാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ നെതർ പോവാൻ നിൽക്കുകയാണേ. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിക്കണേ. എവിടെ ഉണ്ടാക്കണ്ടേ? ബാക്കിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒക്കെ ഫ്രണ്ട് വശത്താണ് ഉണ്ടാക്കേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ എല്ലാ സാധനവും ഉണ്ട്. ഇപ്പോൾ താൽക്കാലികത്തിന് ഉണ്ടാക്കാം, പിന്നെ കുറച്ച് ഇത് വലുതാക്കാം. ഓക്കെ, ഇതിങ്ങനെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമ്മളുടെ നെതർ പോർട്ടൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കത്തിക്കല്ലേ അല്ലേ? ഐശ്വര്യമായിട്ട് ജന തുടങ്ങിക്കോ. അല്ല, വാണത്തിന് കയറിക്കോ. ഞാൻ ഫസ്റ്റ് കയറി. അപ്പുറത്ത് പോവല്ലേ? അങ്ങനെ കുറേ നാളുകൾക്ക് നെതർ കയറി. അതാണ് നെതർ. എടി കാട്ടിക്ക ഫ്ലിൻ്റ് കത്തി ലേറ്റർ ആട്ടെ. എനിക്കൊക്കെ മലയാളം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഞങ്ങൾ ബംഗാളിയാ, പൊടിയായിരുന്നു. അതാണ് ഞങ്ങളുടെ നെതർ. ഇതിൽ പിന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടടി നമ്മൾ സാധാ മാരിയൊന്നുമില്ല. ഈ സാധനം ആവശ്യമുണ്ടോ? അതാ ഭംഗിയൊന്നും ഉണ്ടാവില്ല. സാധാ നെതർ ഇതിലേറെ ഭംഗിക്കാരം. ഇത് കുറച്ച് ക്രീപ്പിയസ്റ്റ് നെതർ മാതിരിക്കാരം. പണ്ടത്തെ നെതറല്ലേ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ കുറച്ച് സാധനം എടുക്കുക. ഞാൻ എടുക്കേണ്ട സാധനമാണോ? എന്തിനാ അയച്ചത്? ഞാൻ നെതർ കോട്സ്. അതിന് നീ എവിടെയാണ്? ഓക്കെ, ഇതൊന്ന് നമ്മൾ കേവിലാണ് സ്പോണായത്, നെതറിലുള്ള. അല്ല, പുറത്തിറങ്ങണ്ടേ? നമുക്ക് മറ്റേ ലൈറ്റൊക്കെ വേണ്ടേ? ഗ്ലോ സ്റ്റോണ് അതൊക്കെ എടുക്കണ്ടേ? തപ്പിയൊക്കെ ഭാഗ്യമൊക്കെ ഈ കാരം. പിന്നെ ഇവിടുന്ന് എന്തായാലും ഇറങ്ങണം പുറത്തേക്ക്. നമുക്ക് നെതർ ഫോർട്രസ് കണ്ടുപിടിച്ചിട്ടുണ്ടേ. ഞാൻ എന്താണെന്ന് ചോദിക്കും. എന്താ
ആപ്പരല്ല, നെതർ ഫോർട്രസ്. അതന്നെ. ഇവിടുന്ന് പുറത്തിറങ്ങാം. എന്ത് ഇജ്ജിനോടെ എവിടെ? അവിടെ പുറത്തിറങ്ങാൻ പറ്റുമോ? പറ്റും. ലാവിയിൽ വീകല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം വീണ മാതിരി. അയ്യോ, നമുക്ക് ഇതിൻ്റെ ആ ഭാഗത്തേക്ക് പോകണം. ഇതല്ല ഒറിജിനൽ നരകം. ഒറിജിനൽ മൈൻക്രാഫ്റ്റത്തെ നരകമൊന്നും ഇത്രക്ക് ഉണ്ടാവില്ല. നരകമല്ല, സോറി, നെതർ. ഇതാണ് ശരിക്കും നെതർ. ആഹാ, ക്രീപ്പിയസ്റ്റ് നെതർ. മൈൻക്രാഫ്റ്റത്തെ ഇത്ര പേടിപ്പെടുത്തൂല. മൈൻക്രാഫ്റ്റത്തെ പക്ഷേ അതിൽ കുറേ ആൾക്കാരുണ്ടാവും, പിഗ്ലിൻസും ഇവലൊക്കെ. ലാവി തട്ടണ്ട. ഇങ്ങനെയൊക്കെ വെച്ച് പോയാലെന്നാ അവിടെ എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ. എന്നിട്ട് ഇറങ്ങി വാ. പിന്നെ നമ്മൾ വന്ന വഴി അത് ഓർത്തോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണണമെന്നില്ല. ഇവിടെ ഒരു മാഗ്മ ഉണ്ട്. മാഗ്മനെ വന്നിട്ട് വലിയ കാര്യമില്ലല്ലേ. വേമ്പ നമുക്ക് ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ചാടി. ഇതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് ഒരു ഗാസ് ഞങ്ങളെ തള്ളിയിടാൻ നോക്കി, പക്ഷെ ഞങ്ങളതിനെ തീർത്ത് കളഞ്ഞ്. ഫോർട്രസ് കാണാൻ ഇച്ചിരി പണിക്കാരം. എടി കൂന് വേണേ എടുത്തോ, മഷ്റൂം. നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കി കുടിക്കാം. മഷ്റൂം സ്റ്റ്യൂ എന്നെയാണ് തോന്നുന്നത് അതിൻ്റെ. എടി ഫോർട്രസ് കണ്ട് കൊട്ടാരം എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഫോർട്രസും ഉണ്ട്, അതിൻ്റെ ഒപ്പം ഒരു ഗാസ്റ്റും സ്പോണായി. പഠിച്ചോനേ,
എടി പോടി, ഞാൻ ഇവിടെ മരണപാച്ചിലെടുത്തുമ്പോഴോ ഒളിച്ചത്. ആ ഇനി ഞാൻ കൊന്നിങ്ങോട്ട് പോരെ. മാഗ്മ തുടങ്ങിയപ്പോ തന്നെ അസല് കേറില്ലേ. ഒറ്റ മിനിറ്റ്. ഇത് കുഞ്ഞിതാ പൊട്ടിച്ചു പറഞ്ഞാലേ നമ്മൾ അങ്ങനെ ഗായ്സ് നമ്മളുടെ ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഓടിക്കോ. വന്നപ്പോൾ തന്നെ അക്രമമാണല്ലോ ഗായ്സ്. കയറി പോരെ. ഒന്ന് പോരല്ലേ ഓനൊന്ന്. ഓൻ എവിടെ അയ്യോ അങ്ങനെ ആ ഗ്യാസിനൊക്കെ കൊന്നതായി. അല്ല കേട്ടോ, ഇവളെ അവിടെ മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ച് പാത്ത് മങ്ങിയിരിക്കുകയാണ്. ഇതേതാ സ്ഥലം? അയ്യോ ലാഗാവുന്നുണ്ടോ? അയ്യോ അവിടെ ഒത്തില്ല. അവിടെ ഇറങ്ങി പോരെ. ഇത് ചെറിയതാണോ എന്നറിയത്തില്ല. വന്ന വഴി ഓർത്തിച്ചോ. ഏട്ടി ഇവിടെ വന്ന് നോക്കേ. അങ്ങോട്ട് നോക്കൂ. പിന്നെ നീ എന്താ വിചാരിച്ചത്? നെതർ ഫ്രോസ്റ്ററാണ്. അതുകൊണ്ട് ഞാൻ ഇത് എവിടെ എടി ലാവ നോക്കേ. ഇതൊക്കെ നീ അവിടെ നിൽക്ക്. ഞാൻ ഈ ബ്ലോക്ക് പൊട്ടിച്ച. ഓടിക്കോ. അത് എങ്ങനെയാവും ഗ്ലിച്ചാകും. എന്താ ഫുള്ളോടത്ത് അടഞ്ഞാ? എന്നാ വാ, വഴിയുണ്ട്. ഇതിൽ ആക്രമിച്ച് കയറാം. ഓക്കെ, ഒരു മിനിറ്റ്. അവിടെ വഴി അടഞ്ഞതാവോ? നീ എവിടെ? വാ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയും ഇതിൻ്റെ ഉള്ളിൽ വഴിയില്ല. ഇത് പൊട്ടിച്ചോ. രണ്ടാളും പൊട്ടിച്ച് നടുക്കിരുന്ന് പൊട്ടിച്ച് കൊത്തും പൊട്ടിച്ചോ. ഇതിലോട്ട് വഴിയില്ല. ഉണ്ട്. ഓക്കെ. ചെസ്റ്റ് ഏട്ടാ ഗോമളെ പൊടിയുണ്ട്. എനിക്ക് 4 ഡയമണ്ട് എന്ന്. അയ്യേ, ഇതിൽ കുറേ ഗോൾഡാണ്. അടുത്ത ചെസ്റ്റ് നെതർ വാർട്ട്. എന്നിട്ട് ഗോൾഡിൻ്റെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്. അടുത്തത് ഇത് കുറേ ഉണ്ടല്ലോ ചെസ്റ്റ്.
നമുക്ക് ഞാനിത് എങ്ങോട്ടാ പോകുന്നത് ഗൈസ്? ഓക്കെ, അതൊക്കെ ഞാൻ തുറന്നു വെച്ചാണ്. അയ്യോ ബ്ലേസ് ബ്ലേസ് ബ്ലേസ്, ഓടിക്കോ ഓടിക്കോ. ഇവിടെ എന്നാ